എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമല്ലേ? അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. നമ്മളിതാ കുഴപ്പമൊന്നുമില്ല, സേഫ് ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സ്ഥലം വരെ പോകാൻ കേട്ടോ. ഇറങ്ങിയിട്ടല്ല, നമ്മുടെ ആവണിക്കുഴിയുടെ ഹെയർ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിക്കായിട്ട് വളർത്താൻ അത്യാവശ്യം ലെങ്ത്തും വെച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്ന് നമുക്ക് ആളുടെ ഹെയർ ഒന്ന് കട്ട് ചെയ്യണം. ഇടിപ്പൊടുത്ത സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പം എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇടിയാട്ടോ ഇപ്പോൾ പൊട്ടിയത്. നമ്മുടെ ആവണിക്കുട്ടി അവിടെ തന്നെ ഇരുന്ന് കളിക്കേണ്ടതുകൊണ്ട് പിന്നെ ആൾക്കങ്ങനെ വലിയ പേടിയൊന്നും അങ്ങനെ അറിയാനും ആയിട്ടില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ആളുടെ സേഫാണ്. അപ്പോൾ പുറത്താണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു മഴയുണ്ട്. ഇത്ര നേരം മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ അതപ്പോൾ മഴ ചാരി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫോഴ്സിലൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പെയ്യുന്നുണ്ട്. പിന്നെ ചെറിയൊരു കാറ്റുകൂടി ഉണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഒന്ന് കുളിച്ച് റെഡിയായിട്ട് നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടിയുടെ ഹെയർ കട്ട് ചെയ്യൽ തന്നെയാണ് നമ്മുടെ മെയിൻ പരിപാടി. അത് നമുക്ക് ഏത് കട്ടാണ്, അതുപോലെ നമ്മൾ എവിടെയാണ് പോകുന്നതൊക്കെ നമുക്ക് എന്തായാലും വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും പോയാലോ. അപ്പോൾ പുറത്തത്തെ ഒരു മഴയൊന്ന് ഞാൻ കാണിച്ചു തരാം. ചെറിയ ചാറ്റിലായിരുന്നെങ്കിലും ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതാ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടേ. എന്നാണെങ്കിൽ ഉച്ചയ്ക്കൊക്കെ നല്ല വെയിൽ തന്നെയായിരുന്നു. പക്ഷേ വൈകിട്ട് ഇതുപോലൊരു മഴ പെയ്യും നമ്മൾ വിചാരിച്ചതേ ഇല്ല. കാരണം പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടിയൊരു മഴ തന്നെ കേട്ടത്. കാരണം രാവിലത്തെ ആ ഒരു വെയിലും ചൂടൊക്കെ കണ്ടപ്പോൾ പിന്നെ അങ്ങനെ മേഘങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്നാണ് കേട്ടോ ഒരു മഴ വന്നത്. എന്തായാലും മഴ പെയ്യട്ടെ. പൊതുവേ നമ്മുടെ ഇവിടെ തണുപ്പാണെന്ന് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? അതിനിപ്പോൾ ചൂടുള്ള ക്ലൈമറ്റിലാണെങ്കിലും അല്ല തണുപ്പുള്ള ക്ലൈമറ്റിലാണെങ്കിലൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ തണുപ്പിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് കുറച്ചുകൂടി കൂടുതൽ തന്നെ ആയിരിക്കും. അപ്പോൾ അപ്പോഴാണെങ്കിലും നല്ല തണുപ്പൊക്കെ ആയിട്ടുണ്ട്. ഒരു ഈവനിങ് ടൈമും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തണുപ്പുണ്ട്, മൊത്തത്തിലൊരു തണുപ്പായിട്ടുണ്ട് അന്തരീക്ഷമൊക്കെ. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി ചെന്ന് കുളിപ്പിക്കാണ്ട് റെഡിയാക്കാണ്ട്, അപ്പോൾ എനിക്കും കുളിക്കാണ്ട്. അപ്പോൾ നമുക്കിനി കുളിച്ച് റെഡിയായിട്ട് നമുക്ക് എന്തായാലും പോകാം. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഇനി എന്തായാലും നമുക്കിനി അവിടെ എത്തിയിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വഴി കാണാം. അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മുടി വെട്ടുന്ന നമ്മുടെ ആശാൻ പണി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ നമ്മളിതാ ഗൂളിക്കടവിലുള്ള സലൂണിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സലൂണിൽ തന്നെയാണ് നമ്മുടെ ആവണിക്കുഴിയുടെ ഹെയർ ഇതുവരെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ടൈം തൊട്ട് ഇന്ന് വരെ നമ്മൾ ഇവിടെ തന്നെ കേട്ടോ കട്ട് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് നല്ല എന്താ പറയുക, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു രീതിയിൽ നല്ല സെറ്റായിട്ട് തന്നെ ആൾ കട്ട് ചെയ്ത് തരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ആവണിക്കുഴിയുടെ ആയാലും ഇപ്പോൾ ഏട്ടനൊക്കെ ആയാലും ഇവിടെ തന്നെയാണ് കട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് നമ്മളൊരു വെറൈറ്റി കട്ടാട്ടോ ആളുടെ ഹെയറിൽ പരീക്ഷിക്കാൻ വേണ്ടി പോകുന്നത്. വേറെ ഒന്നുമല്ല, മഷ്റൂം കട്ടാണ്. കാരണം എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹം കേട്ടോ മഷ്റൂം കട്ട് ഒന്ന് ചെയ്യണം എന്നാളുടെ ഹെയറിൽ. അപ്പോൾ ഇതിന് മുന്നേക്ക് ആയാലും നമ്മൾ സീറോ കട്ട് അതുപോലെ തന്നെ ഫുള്ളായിട്ട് അങ്ങനെ വെട്ടി വിടാറാണല്ലോ, അങ്ങനെ കൂടുതലൊന്നും ഇങ്ങനെ നിർത്താറില്ല. അപ്പോൾ ഇതിന് കുറച്ചും കൂടി ഉണ്ടാവും, എന്നാൽ കൂടി നമ്മൾ ഒരുപാട് ലെങ്ത്തായിട്ട് നിർത്തുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെ ഉണ്ടാവും നമ്മുടെ ആവണിക്കുട്ടിയുടെ ഫൈനൽ ലുക്ക് എന്നൊക്കെ എന്തായാലും കാണാം കേട്ടോ വഴിയെ. അപ്പോൾ ആളെന്തായാലും കുഴപ്പമില്ല, നല്ല അടിപൊളി ഹാപ്പി ആയിട്ട് തന്നെയാട്ടോ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ സാധാരണ മുടി വെട്ടുന്ന ഒരു ടൈമിൽ ഒന്നില്ലെങ്കിൽ എൻ്റെ മടിയിലോ അല്ലെങ്കിൽ ഏട്ടൻ്റെ മടിയിലോ ഇരുന്നിട്ടാട്ടോ വെട്ടാറുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇതേപോലെ ചെയറിൽ സ്വന്തമായിട്ട് ഇരുന്നിട്ട് അങ്ങ് വെട്ടാൻ വേണ്ടിയിട്ട് ഇരുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വെട്ടുന്ന അതായത് ഈ ഒരു ടൈം അവൾ ഓക്കെയാണ്. അതുപോലെ തന്നെ ഇത് വെട്ടി കഴിയുന്നവരെ ഈ ഒരു രീതിയിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും വഴി കാണാം നമ്മുടെ ആവണിക്കുട്ടിയുടെ ഫൈനൽ ലുക്കൊക്കെ. നോക്കി അവളുടെ എക്സ്പ്രഷനൊക്കെ കണ്ടില്ലേ, മാറി മാറി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ചുറ്റും നമ്മുടെ മിററൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിൽ ആളെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇടയ്ക്ക് മുടി വെട്ടുമ്പോൾ മുടി ഇങ്ങനെ താഴേക്കൊക്കെ വീഴുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആവണിക്കുട്ടിക്ക് ഹെയർ കട്ട് ചെയ്ത് കൊടുക്കുന്ന ചേട്ടനായാലും ആളോട് നല്ല കമ്പനിയായി നല്ല ചിരിച്ച്, അതായത് ആളോട് ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ കേട്ടോ ഹെയർ ഒക്കെ കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആളും ഓക്കെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇരുന്ന് കൊടുക്കുന്നത്. പിന്നെ ഈ തലയിൽ സ്പ്രേ ചെയ്ത ആ ഒരു സംഭവം ഉണ്ടല്ല, അതൊരു വട്ടം സ്പ്രേ ചെയ്തപ്പോൾ പിന്നെ ആൾക്ക് വീണ്ടും വീണ്ടും വേണമെന്നൊരു എന്താ പറയുക, വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ 2 വട്ടം കൂടി ആൾ ചെയ്ത് കൊടുത്തിരിക്കുക. ഞങ്ങൾ ഫൈനൽ ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും നമ്മളിപ്പോൾ വന്നിട്ട് ഒരു ഈവനിങ് ടൈമിലാണല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോഴത്തേനും ഏകദേശം ക്ലൈമറ്റൊക്കെ ഒന്ന് മാറിയതാ. നോക്കി എല്ലാവരും ലൈറ്റൊക്കെ തെളിഞ്ഞു തുടങ്ങി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 6 മണി 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗുളിക്കടവിൽ, അതായത് ഇവിടെ നോക്കുമ്പോൾ ഒരു വ്യൂ ഇങ്ങനെയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.